ആം ആദ്മി പാർട്ടിക്ക് ഇത് കഷ്ടകാലത്തിന്റെ നാളുകളാണ്. ആം ആദ്മിയുടെ ചിഹ്നമായിട്ടുള്ള ചൂലിന്റെ ഓരോ ഈർക്കിലായി ഇപ്പോൾ ഊരിപ്പോവുകയാണ്. രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള 7 എംപിമാർ ഇതിനകം പാർട്ടി വിട്ട് BJP-യിൽ ചേർന്ന് കഴിഞ്ഞു. എന്നാൽ അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. ഇപ്പോഴിതാ പാർട്ടിയുടെ 50 MLA-മാർ കൂടി കൂട്ടത്തോടെ പാർട്ടി വിടാൻ തയ്യാറെടുക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഒരു വലിയ പിളർപ്പിലൂടെ സംസ്ഥാന ഭരണം BJP-യുടെ കൈകളിലേക്ക് വീഴുകയാണ്. പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ അമരീന്ദർ സിംഗ് രാജാവാറങ്ക് ആണ് AIP-യുടെ ഈ നെഞ്ചിരിപ്പ് കൂട്ടുന്ന ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വെറും 7 എംപിമാരുടെ കൊഴിഞ്ഞുപോക്കിൽ തീരുന്നതല്ല AIP-യുടെ പ്രതിസന്ധി എന്നും 50 MLA-മാർ ഒറ്റ ദിവസം കൊണ്ട് പാർട്ടി വിട്ടേക്കാമെന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. രാഘവ് ചദ്ദ, സ്വാതി മലിവാൾ, ഹർഭജൻ സിംഗ് തുടങ്ങിയ മുൻനിര നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിനെ കൈവിട്ട് BJP പാളയത്തിൽ എത്തിയത് രാഷ്ട്രീയ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ ഈ ഒരു പുതിയ അവകാശവാദം ഒക്കെ വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരമാണ് വളരെ കൗതുകകരം. ആശയങ്ങളെക്കാൾ പണത്തിന് പ്രാധാന്യം നൽകുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവിക പതനമാണിതെന്നാണ് കോൺഗ്രസ് ഇതിന് വിലയിരുത്തുന്നത്. അതായത് യാതൊരു പ്രത്യയശാസ്ത്രവും ഇല്ലാത്ത, പഞ്ചാബുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് പണം വാങ്ങി രാജ്യസഭാ സീറ്റ് നൽകിയാൽ അവർ അവസരം കിട്ടുമ്പോൾ പാർട്ടി വിട്ടു പോകുന്നത് സ്വാഭാവികമാണെന്നാണ് രാജാവാറങ്ക് തുറന്നടിക്കുന്നത്. അപ്പോൾ ദില്ലിയിൽ താമസിക്കുന്നവർക്ക് പഞ്ചാബിൽ നിന്ന് രാജ്യസഭാ സീറ്റ് നൽകിയതിലെ അനൗചിത്യവും അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ രാഷ്ട്രീയ നാടകത്തിൽ കോൺഗ്രസിന് യാതൊരു ആശങ്കയും ഇല്ല എന്നൊക്കെയാണ് അദ്ദേഹം തട്ടിവിടുന്നത്. പണം കൊടുത്തു വാങ്ങിയ ഇത്തരം നേതാക്കൾ AIP-യിൽ നിന്നായാലും BJP-യിൽ പോയാലും തങ്ങൾക്ക് ഒരു ചുക്കുമില്ല എന്നൊക്കെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. എന്തായാലും കാലിൽ മന്തുള്ളവൻ കാലിൽ ചെരുപ്പില്ലാത്തവനെ പരിഹസിക്കുന്നത് പോലെ ഉള്ള ഒരു കാര്യമാണത് കോൺഗ്രസ് AIP-യെ പരിഹസിക്കുന്നത് എന്ന് പറയുന്നത്. പാവപ്പെട്ടവർക്കും ദളിതർക്കും തൊഴിലാളി നേതാക്കൾക്കും രാജ്യസഭാ സീറ്റ് നൽകുന്നവരാണത്രേ കോൺഗ്രസ്. എന്നാൽ AIP വലിയ വീടും സുരക്ഷയും നൽകി MPമാരാക്കിയവർ ഇപ്പോൾ അവരെ തന്നെ വഞ്ചിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ നേതാവ് പറയുന്നത്. മറ്റുള്ളവരുടെ ഈ അവസ്ഥ കണ്ട് ബാക്കി പാർട്ടികൾ പഠിക്കണമെന്നൊക്കെ കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കോൺഗ്രസ് പ്രവചിക്കുന്നത് പോലെ 50 MLA-മാർ കൂടി BJP-യിലേക്ക് ചേക്കേറിയാൽ അത് ആം ആദ്മി പാർട്ടിയുടെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് ആയിരിക്കും തന്നെ അത് കലാശിക്കുക. പണത്തിനും അധികാരത്തിനും മീതെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് സ്ഥാനമില്ലാത്ത പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ അടുത്ത നീക്കം എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക്.